വേർ എ തോട്ട്സ് ഗോസ് എനർജി ഫ്ലോസ്. നിങ്ങൾ എവിടെയാണോ ചിന്തിക്കുന്നത് അങ്ങോട്ടേക്ക് നിങ്ങൾ എനർജി പോകും. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്ത എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. ഇല്ല, നിങ്ങളിപ്പോൾ നല്ലത് ചിന്തിച്ചാൽ ആ നല്ല എനർജി ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ എവിടത്തേക്കാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അവിടത്തേക്ക് നിങ്ങൾ എനർജി ഫ്ലോ ചെയ്യുന്ന ഞാൻ കൂടുതൽ പറയാറുണ്ട്. യു നോ വൈ? ഇപ്പോൾ ഒരു കാർപ്പൻറ്റർ, അവർക്ക് ഒരു ഫർണിച്ചർ ഉണ്ടാക്കണം. അവർ ഫസ്റ്റ് തന്നെ പോയിട്ട് ഞാൻ ഇന്ന് ഫർണിച്ചർ ഉണ്ടാക്കും, ഞാൻ ഇന്നൊരു കസേല ഉണ്ടാക്കും എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് ടൂൾസ് എടുത്ത് മരം ടപ്പേന്ന് ഉണ്ടാക്കുകയല്ല ചെയ്യുക അവർ, ഇല്ലേ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ഹി ഡു, ആദ്യം ഒരു മൈൻഡിൽ ചിന്തിക്കും. യെസ്, ഐ വോണ്ട് ടു മേക്ക് എ ഫർണിച്ചർ, എനിക്കൊരു മേശ ഉണ്ടാക്കണം. ആദ്യം മൈൻഡിൽ അവർ ചിന്തിക്കും. മൈൻഡിൽ ചിന്തിച്ചതിന് ശേഷം മൈൻഡിൽ അവർ വിഷ്വലൈസ് ചെയ്യും അതെങ്ങനെ ഉണ്ടാവണം, ഇല്ലേ? അതെങ്ങനെ ഉണ്ടാവുന്ന വിഷ്വലൈസ് ചെയ്ത് അത് മേ ബി ഒരു സ്കെച്ച്, ഒരു പേപ്പറിൽ അവർ സ്കെച്ച് ചെയ്യും. അത് മൈൻഡിലാണ് ആദ്യം അവർ സ്കെച്ച് ചെയ്യുന്നത്. മൈൻഡിൽ സ്കെച്ച് ചെയ്യുന്നതിന് ശേഷമാണ് അവർ പേപ്പറിലേക്ക് സ്കെച്ച് ചെയ്യുന്നത്. അതിന് ശേഷം മൈൻഡിൽ അവർ വിഷ്വലൈസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഉണ്ടാക്കും, ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുന്ന മൈൻഡിൽ ഒരു കറക്റ്റ് വിഷ്വലൈസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് അവർ ആ വർക്കിലേക്ക് കടക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യവും. നമുക്ക് എന്ത് മാനിഫെസ്റ്റ് ചെയ്യണം, നമ്മുടെ ലൈഫിൽ എന്ത് അച്ചീവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മൾ മൈൻഡ് ക്രിയേറ്റ് ചെയ്യും. മൈൻഡിൽ നമ്മൾ തിങ്ക് ചെയ്യും, അത് വേണമെന്ന് തിങ്ക് ചെയ്യും. തിങ്ക് ചെയ്യുന്ന ശേഷം അതെങ്ങനെ ഉണ്ടാവണം, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മൾ തിങ്ക് ചെയ്യും. അതിനെല്ലാം ശേഷമാണ് അതൊരു കറക്റ്റ് വിഷ്വലൈസേഷൻ കിട്ടിയതിന് ശേഷമാണ് വാട്ട് വി ഡു, നമ്മൾ റിയാലിറ്റിയിൽ അത് മേക്ക് ചെയ്യുക, അത് ഉണ്ടാക്കുക. സോ ദാറ്റ് ഈസ് വൈ ഐ എം സെയിങ് തോട്ട് ക്രിയേറ്റ് എനർജി. വേർ എ തോട്ട്സ് ഗോ എനർജി ഫ്ലോസ്. അങ്ങനെ തന്നെ നമ്മളൊരു വീടെടുക്കുന്നത്, നിങ്ങൾ വീടെടുക്കുന്നത് ചിന്തിക്കുക. ഫസ്റ്റ് തന്നെ നിങ്ങൾ പോയിട്ട് കല്ലിറക്കും, മരയിറക്കും, അതാക്കും, ഇത് എല്ലാം ചെയ്യാം. നിങ്ങളെ മൈൻഡിൽ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കും. ഫസ്റ്റ് എന്താ, എനിക്കൊരു വീടെടുക്കണം. ഫസ്റ്റ് ആ തോട്ട്, ഫസ്റ്റ് എനിക്കൊരു വീടെടുക്കണം. സെക്കൻഡ്, നിങ്ങൾ എന്ത് ചെയ്യും, അത് വിഷ്വലൈസ് ചെയ്യും. അതിൻ്റെ പ്രിപ്പറേഷൻ, പൈസ അറേഞ്ച് ചെയ്യേണ്ടതും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ അത് വിഷ്വലൈസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, മൈൻഡിൽ നിങ്ങൾ ഇങ്ങനെ വീട് ഉണ്ടാവുന്ന ഒരു പിക്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ റിയാലിറ്റിയിലേക്ക് അത് കൊണ്ടുവരിക. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം, സമൃദ്ധി, സമ്പത്ത്, എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നതും ഇതേ വഴിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് തിങ്ക് പോസിറ്റീവ്. നിങ്ങൾ നല്ലത് ചിന്തിക്കുക. അനാവശ്യ കാര്യങ്ങളിലേക്ക് നിങ്ങളെ മൈൻഡ് കൊണ്ടുപോകണ്ട. ബിക്കോസ് അങ്ങോട്ട് കൊണ്ടുപോയാൽ അവിടത്തേക്ക് നിങ്ങൾ എനർജി ഫ്ലോ ചെയ്യും. ഇപ്പം നിങ്ങൾ ഒത്തിരി ഹേർട്ട് ചെയ്തൊരു വ്യക്തിനെ പറ്റി നിങ്ങൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ, അങ്ങോട്ടേക്ക് ആ എനർജി പോകും. പിന്നെ നിങ്ങൾ കൂടുതൽ നെഗറ്റീവായി ചിന്തിക്കുന്നത്, അയ്യോ എനിക്കതില്ല, എനിക്ക് പേടി, എനിക്ക് ജീവിക്കാൻ പേടി, എനിക്ക് പൈസയില്ല, എനിക്കതില്ല, എനിക്ക് ഹെൽത്തിൻ്റെ പേടി, മറ്റേ പേടി, മറിച്ചേ പേടി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു ആർ ക്രിയേറ്റിംഗ് ദാറ്റ് എനർജി. നിങ്ങൾ ലൈഫ് അങ്ങനെ ഇരിക്കത്തില്ല. പക്ഷെ നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ പല നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ദറ്റ് വിൽ കംസ് ട്രൂ. സോ തിങ്ക് പോസിറ്റീവ്, സ്റ്റേ പോസിറ്റീവ്.